നീ ഇപ്പൊ പൊങ്ങിയുള്ളൂ. എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ ഉസ്താദ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസാ. இவன் முன்ன நின்னாலே எவனுக்கும் கொலை நடுக்கும் இவன் பேரை சொன்னாலே சிவனுக்கும் படம் படுக்கும். ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതെല്ലാരും ഒന്ന് എക്സ്പീരിയൻസിന്റെ ആണ്, ഒരു കണക്കിന് എക്സ്പീരിയൻസിന്റെ ആണ്. അയ്യോ ഞാൻ പിടിപ്പിക്കില്ല സാർ. ഒരു ഫുഡ് ഉണ്ട്, ഒരു ഉറപ്പില്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറി, അതേ മട്ടനും ചിക്കനും. അങ്ങനത്തെ എൻജോയ്, അങ്ങനെ കേസ് സംബന്ധിച്ച് ആരും പറയാൻ പറ്റില്ല. നല്ല ഫ്രീഡം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കിയാലും ആ SI വിചാരിച്ചാൽ ഈ സേതുരാമനെ ഒരു ചുക്കും ചെയ്യാനാവില്ല. കൈക്കൊന്നും പറ്റിയില്ല, ഒരു രസമില്ല. തൊട്ടുപോകതിനെ നാളെ മുതൽ പുതിയൊരു ആറാട്ടനായിട്ട് മാറുമോ? പുതിയ ആറാട്ടനെ കാണാം, പുതിയ ആറാട്ടനെ കാണാം നാളെ മുതൽ. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും. ഞാൻ കാണാൻ പോകുന്നുണ്ട് ആറാട്ടണ്ണ. ഇനി മേലെ ഇങ്ങനെ വല്ല നടിമാരെല്ലാം പറഞ്ഞ ആറാട്ടണ്ണ ഞാനായിരിക്കില്ല ചെയ്യാൻ പോണ. അവനെ നാട്ടുകാരനെ കൊണ്ട് ഞാൻ തല്ലിക്കോട്ടെ. നാട്ടുകാരനെ കൊണ്ട് ഞാൻ തല്ലിക്കും. അവനെന്ന് പറഞ്ഞാ പെങ്ങന്മാരില്ലാത്തോണ്ടുള്ള കഥപ്പെന്ന് പറഞ്ഞാ അന്നായ മൂത്തിരിക്കണേ. നേരാണോ? അതെ, അപവാദം പറഞ്ഞ അടിച്ച മോന്ത പരത്ത്. നല്ല ഇടിയിക്കാത്തോണ്ടുള്ള കേടാണ്. നല്ല ഇടിയിട്ടാന്നുള്ള നല്ല പുറത്തൊക്കെ പോയ നല്ല ഇടിയിടിക്കുവിനേക്കാം. ഇത് കൊടും മാറണം തന്നെ. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും.